ചന്ദ്രനിൽ ഒരു സീക്രട്ട് റൂം വരാൻ പോകുന്നു. ഭൂമിയിലുള്ള സർവ്വതും നശിച്ച് മനുഷ്യകുലം പോലും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പോലും ഈ ഒരു സീക്രട്ട് റൂം ഉപയോഗിച്ചുകൊണ്ട് എല്ലാം നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. മനുഷ്യരെ പോലും വീണ്ടും നിർമ്മിക്കാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഈ ഒരു സീക്രട്ട് റൂമിനകത്തുണ്ടാവുക? ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ നിർമ്മിക്കാനിരിക്കുന്ന സീക്രട്ട് റൂമിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു AF വേൾഡ്. അഫ്ലു ഹിയർ. ഭൂമിയിൽ നിന്നും 3,84,400 കിലോമീറ്ററുകൾക്കപ്പുറത്ത് കിടക്കുന്ന മനുഷ്യവാസമില്ലാത്ത, സ്വന്തമായ ഒരു അന്തരീക്ഷമില്ലാത്ത ചന്ദ്രനിൽ ഒരു സീക്രട്ട് റൂം മനുഷ്യർ നിർമ്മിക്കാൻ പോകുന്നു. ഭൂമിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഭൂമിയെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ, മനുഷ്യരാശിയെ പോലും തിരികെ കൊണ്ടുവരാനുള്ള ശേഷി ആ ഒരു മുറിക്കുണ്ടാകും, ആ ഒരു സീക്രട്ട് റൂമിനുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളേവരും സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ തന്നെ നമുക്ക് അത്ഭുതവും ആകാംക്ഷയും ഒക്കെ സൃഷ്ടിക്കുന്ന ഒന്നായിട്ടത് മാറുന്നുണ്ട്. പക്ഷെ ഓൾറെഡി നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയുള്ളൊരു വോൾട്ട് അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ളൊരു സീക്രട്ട് റൂം നമ്മുടെ ഭൂമിയിലുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചന്ദ്രനിൽ നിർമ്മിക്കാൻ പോകുന്ന ഈ ഒരു സീക്രട്ട് റൂമിനെ കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ തന്നെയും, എങ്ങനെ മനുഷ്യരെയും അതുപോലെ തന്നെ ഭൂമിയിലുള്ള ചെടികളെയും ജീവജാലങ്ങളെയും ഒക്കെ അത് ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയും കുറിച്ച് കൂടുതൽ ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഇത്തരത്തിൽ ഭൂമിയിൽ നിലവിലുള്ള ഈ ഒരു സീക്രട്ട് റൂമിൻ്റെ പേര് അല്ലെങ്കിൽ സീക്രട്ട് വാൾട്ടിൻ്റെ പേര് എന്ന് പറയുന്നത് സാൽവാർഡ് ഗ്ലോബൽ സീഡ് വാൾട്ട് എന്നുള്ളതാണ്. പല വീഡിയോകളായിട്ട്, പല കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകളായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു വോൾട്ടിനെ കുറിച്ച് പരാമർശിച്ചു പോയിട്ടുണ്ട്. നോർവേയിലെ സാൽബാഡിലാണ് ഇത്തരത്തിലുള്ളൊരു സീക്രട്ട് വോൾട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട് ഇത്തരം ഒരു വോൾട്ട് നിർമ്മിച്ചു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സീക്രട്ട് റൂം നിർമ്മിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഓരോ ദിവസവും മുന്നോട്ടേക്ക് പോകുമ്പോൾ ഭൂമിയിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കാലാവസ്ഥയിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ തന്നെയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പോലും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ തോതിൽ തന്നെയുള്ള ആഗോളതാപനത്തിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്ത പ്രശ്നങ്ങൾ ജീവജാലങ്ങളാണെങ്കിലും ചെടികളാണെങ്കിലും മറ്റു വൃക്ഷലതാദികളാണെങ്കിലും എല്ലാവരും ഒരുപോലെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെയും ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു അനന്തരഫലമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ തന്നെ കഴിഞ്ഞൊരു 50 വർഷത്തിനിടയ്ക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ജീവജാലങ്ങളും ചെടികളും ഒക്കെ എന്നേക്കുമായിട്ട് നമ്മുടെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്കൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും നാശം സംഭവിച്ചു, വംശനാശം സംഭവിച്ച് ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. ഒരു പക്ഷേ ഇതേ ഒരു രീതിയിൽ തന്നെയാണ് ഇനിയും നമ്മൾ കാലം ഒരുപാട് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് ചുറ്റും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള വിളകളൊക്കെ തന്നെയും ഇതുപോലെ തന്നെ വംശനാശം സംഭവിച്ചു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതല്ലെങ്കിൽ ഭൂമിയിൽ പെട്ടെന്ന് വെച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കുകയാണ്. ഉദാഹരണത്തിന് വലിയൊരു ആസ്ട്രോയിഡ് ഭൂമിയിലേക്ക് വന്ന് പതിക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു വെള്ളപ്പൊക്കം, വലിയൊരു ഫ്ലഡ് ഉണ്ടാവുകയാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് നമ്മുടെ ഒക്കെ തന്നെയും ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം നിർമ്മിക്കുന്നതിനുള്ള ധാന്യങ്ങളൊക്കെ നൽകുന്ന വ്യത്യസ്ത തരത്തിലുള്ള ചെടികളും മറ്റുമൊക്കെ തന്നെയും ഭൂമിയിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ എങ്ങനെ പിന്നെ ഇതിനൊക്കെ തന്നെയും തിരിച്ചു കൊണ്ടുവരും? ഇത്തരം ഒരു ചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2000 മുതൽക്കേ തന്നെ ഗവേഷകർ വ്യത്യസ്ത തരത്തിലുള്ള പഠനങ്ങളിലേക്കും വ്യത്യസ്ത നിരീക്ഷണങ്ങളിലേക്കും ഒക്കെ നീങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം അനന്തരഫലമായിട്ടാണ് നോർവേയിൽ ഇത്തരത്തിലുള്ളൊരു സീഡ് വാൾട്ട് തന്നെ അവർ സ്ഥാപിക്കുന്നത്. പൊതുവെ പോപ്പുലേഷനൊക്കെ കുറഞ്ഞ നോർവേയുടെ ഏറ്റവും നോർത്ത് പോളിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന, അതിൽ തന്നെ ആർട്ടിക് സർക്കിളിനോടൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഭാഗത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭാഗത്താണ് സാൽബാഡ് എന്ന സ്ഥലത്താണ് ഇവർ ഈ ഒരു വാൾട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത തരത്തിലുള്ള സീഡുകൾ, വിത്തുകളൊക്കെ തന്നെയും കളക്ട് ചെയ്യുക, അത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ഇവിടെ ഈ ഒരു വോൾട്ടിനകത്ത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. ഈ നോർത്ത് പോളിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് എന്നതിനാൽ തന്നെ ഈ ഒരു മേഖലയിൽ എപ്പോഴും ഒരു തണുത്ത അന്തരീക്ഷം തന്നെയാണുള്ളത്. അതിൽ തന്നെ ഈ ഒരു സീഡ് വാൾട്ട് ഒരു മല തുരന്നിട്ട് 150 മീറ്ററോളം തുരന്നിട്ട് അതിനകത്തായിട്ടാണുള്ളത്. അത് നമ്മൾ കൃത്യമായിട്ട് ഫോട്ടോകളും മറ്റുമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പ്ലാനൊക്കെ മറ്റൊക്കെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ പ്രധാനമായിട്ടും ഈ ഒരു സീഡ് വാൾട്ടിന് ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതിലൂടെ നേരെ നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് പിന്നീട് ഒരുപാട് നീണ്ടു കിടക്കുന്ന ഒരു ടണലിലേക്കാണ്. ഈ ഒരു ടണലിലൂടെ നടന്ന് നീങ്ങുമ്പോൾ നമ്മൾ പിന്നീട് എത്തിച്ചേരുന്നത് മെയിൻ ചേംബറിലേക്കാണ്. ഈ മെയിൻ ചേംബറിൻ്റെ അകത്ത് 3 മുറികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 3 വോൾട്ട് റൂംസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെയുള്ള നടുക്കുള്ള ഒരേ ഒരു വോൾട്ട് റൂമിൽ മാത്രമാണ് ഈ വ്യത്യസ്ത തരത്തിലുള്ള
സീഡുകളൊക്കെ തന്നെയും അവർ സൂക്ഷിച്ചിട്ടുള്ളത്. അതായത് നോർവേ മാത്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മില്യൺ കണക്കിന് സീഡുകൾ വ്യത്യസ്ത ഇനത്തിൽ വ്യത്യസ്ത വെറൈറ്റികളായിട്ടുള്ള സീഡുകളാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ലോകത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ഇതിനൊക്കെ തന്നെയും തിരിച്ചു നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വാൾട്ടിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായ നിലയിലുള്ള ഒരു ഇടമൊക്കെ തിരഞ്ഞെടുത്ത് കൃത്യമായ പരിശോധനകൾക്കും നിരീക്ഷണങ്ങൾക്കും ഒക്കെ ശേഷം തന്നെയാണ് എല്ലാ രാജ്യങ്ങളുടെയും സഹകരണത്തോടു കൂടി തന്നെ ഇത്തരത്തിലുള്ളൊരു വാൾട്ട് അവിടെ നോർവേയിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാലം മുന്നോട്ടേക്ക് പോകുമ്പോൾ കാലാവസ്ഥയിലെ വ്യത്യസ്ത പ്രശ്നങ്ങൾ കാരണം ഈ ഒരു മേഖലയിലും മഞ്ഞുരുകാൻ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വാൾട്ടിനകത്ത് പോലും വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ ആരംഭിക്കുകയാണ്. ഇങ്ങനെ വന്നപ്പോൾ ഇത്തരത്തിലുള്ള ഈ സീഡുകളും മറ്റുമൊക്കെ സൂക്ഷിക്കാൻ ഒരു ഇടത്തെക്കുറിച്ച് പിന്നെയും ഗവേഷകർ കാര്യമായിട്ട് ചിന്തിച്ചു തുടങ്ങുകയാണ്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ എന്തുകൊണ്ട് ചന്ദ്രൻ്റെ സൗത്ത് പോളിലായിട്ട് നമുക്കൊരു സീക്രട്ട് റൂം അല്ലെങ്കിൽ ഒരു സീക്രട്ട് വാൾട്ട് തന്നെ സ്ഥാപിച്ചുകൂടാ എന്നൊരു ചിന്തയിലേക്ക് ഗവേഷകർ ഒരുപോലെ തന്നെ എത്തിച്ചേരുന്നത്. അതിൽ തന്നെ ആദ്യമായിട്ട് ഇത്തരം ഒരു പ്രപ്പോസൽ മുന്നോട്ടേക്ക് വെക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള ക്രയോബയോളജിസ്റ്റ് ആയിട്ടുള്ള മേരി ഹഗഡ്രോൺ എന്ന് പറയുന്ന ഗവേഷകയാണ്. ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ സൂര്യപ്രകാശം ഇന്നേവരെ തട്ടിയിട്ടില്ലാത്ത അല്ലെങ്കിൽ തട്ടാത്ത വ്യത്യസ്ത തരത്തിലുള്ള സ്ഥലങ്ങളുണ്ട്. പൊതുവെ നമ്മൾ ചന്ദ്രൻ്റെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പകൽ സമയത്ത് അന്തരീക്ഷമില്ലാത്തതിനാൽ തന്നെ കൊടിയ ചൂടും രാത്രിയാകുമ്പോൾ വലിയ തോതിലുള്ള തണുപ്പുമാണ് ചന്ദ്രൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ സൗത്ത് പോളിലേക്ക് വരുമ്പോൾ അത് ലേശം കൂടുന്നുണ്ട്. അതിലും ചന്ദ്രൻ്റെ മണ്ണിനടിയിലാണ് എന്നുണ്ടെങ്കിൽ വലിയ തോതിലുള്ള തണുപ്പ് തന്നെയാണ് അവിടെ അനുഭവപ്പെടുക. അതിൽ തന്നെ ഈ ചെടികൾക്കും അതുപോലെ തന്നെ വിത്തുകൾക്കും ഒക്കെ അപ്പുറത്തേക്ക് ഈ ഒരു വോൾട്ടിനകത്ത് ഭൂമിയിലുള്ള സർവ്വവിധത്തിലുള്ള ജീവജാലങ്ങൾ മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങൾ നശിച്ചു പോയി കഴിഞ്ഞാൽ പോലും അവരെ പോലും തിരിച്ചു കൊണ്ടുവരാൻ, മനുഷ്യനെ പോലും തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള സെല്ലുകളും മറ്റുമൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന തരത്തിലുള്ള ചിന്തകളിലേക്കൊക്കെ തന്നെയും ഇവർ ഒരുപോലെ എത്തിച്ചേരുന്നുണ്ട്. നമ്മൾ ഇന്ന് വലിയ തോതിൽ തന്നെ ടെക്നോളജിയിലും മറ്റൊക്കെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എങ്കിൽ കൂടെയും പെട്ടെന്നൊരു അപകടം സംഭവിച്ച് ഭൂമിയിലെ ജീവജാലങ്ങൾ പൂർണ്ണമായും നശിക്കില്ല എന്ന് നമുക്കിപ്പോഴും പറയാൻ സാധിക്കില്ല. വ്യത്യസ്ത കാരണങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അതിനെ തടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമ്മളിന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും തീർത്തും നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കാത്ത അവസ്ഥയിലൂടെയൊക്കെ തന്നെയാണ് നമ്മളിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനെയും തിരിച്ചു കൊണ്ടുവരാൻ, ചെടികളെയും അതുപോലെ തന്നെ ഭൂമിയിലുണ്ടായിരുന്ന ജീവജാലങ്ങളെയും ഒക്കെ തിരിച്ചു കൊണ്ടുവന്ന് ഒരു പുതിയ ഭൂമിയെ സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ തന്നെയായിരിക്കും ഇത്തരത്തിലൊരു സീക്രട്ട് റൂം ചന്ദ്രനിൽ സ്ഥാപിച്ചിട്ട് അതിനകത്ത് സൂക്ഷിച്ചു വെക്കാൻ പോകുന്നത്. അതിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടുള്ളത് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് വരുന്നത് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് ആണ്. അതായത് വ്യത്യസ്ത ജീവജാലങ്ങളിലൊക്കെ തന്നെയും ഈ ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് അവിടെ സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും. അതിനെ പിന്നീട് നേരെ സ്റ്റെം സെൽസ് ആക്കി മാറ്റാനും അതിൽ നിന്ന് പിന്നീട് മനുഷ്യരൊക്കെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ വ്യത്യസ്ത ജീവജാലങ്ങളൊക്കെ തന്നെ കൊണ്ടുവരാൻ വ്യത്യസ്ത ഓർഗൻസും മറ്റൊക്കെ നിർമ്മിക്കാനൊക്കെ സാധിക്കും എന്നുള്ള നിലയിലാണ് ഇവർ ഏതായാലും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി രണ്ടാമതായിട്ട് ഇവിടെ സൂക്ഷിക്കാൻ പോകുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പോളിനേറ്റേഴ്സ് ആണ്. ഈ പോളിനേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ചെറിയ ഈച്ചകൾ അതുപോലെ തന്നെ തേനീച്ചകളൊക്കെ തന്നെയും അതിൽ ഉൾപ്പെടും. ഇവയൊക്കെ തന്നെയാണ് നമ്മുടെ പ്രകൃതിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ചെടികളിലും മറ്റു വൃക്ഷലതാദികളിലും ഒക്കെ തന്നെയും പരാഗണം നടക്കാൻ വലിയ തോതിൽ തന്നെ സഹായിക്കുന്നത്. അപ്പോൾ ഇവയൊന്നും ഇല്ല എങ്കിൽ വ്യത്യസ്ത ചെടികളുടെ കാര്യത്തിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെ ഒരിക്കലും കായ്കൾ ഉണ്ടാകുന്നതായിരിക്കില്ല. അതിനൊക്കെ വലിയ വെല്ലുവിളികൾ നമ്മളവിടെ നേരിടേണ്ടി വരുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ഒക്കെ ഒരു സൊല്യൂഷനായിട്ട് ഈ ഒരു സീക്രട്ട് വാൾട്ടിനകത്ത് തീർച്ചയായിട്ടും പോളിനേറ്റേഴ്സിനെ, വ്യത്യസ്ത ഈച്ചകളെയും തേനീച്ചകളെയും മറ്റുമൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അവയെ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള സെല്ലുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും. മൂന്നാമതായിട്ട് വലിയ പ്രാധാന്യത്തോടുകൂടെ ഇതിനകത്ത് സൂക്ഷിക്കാൻ പോകുന്ന ഒരു കാര്യം കോറൽ റീഫ്സ് ആയിരിക്കും. നമുക്കറിയാം സമുദ്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എക്കോസിസ്റ്റത്തിൻ്റെ വലിയ തോതിലുള്ള പങ്ക് കോറൽസിനുണ്ട്, പവിഴപ്പുറ്റുകൾക്കുണ്ട്. അപ്പം ഈ പവിഴപ്പുറ്റുകൾ മത്സ്യസമ്പത്തിനെയും മറ്റൊക്കെ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ നിലവിലെ നമ്മുടെ സാഹചര്യമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കോറൽസിനൊക്കെ തന്നെയും വ്യത്യസ്ത പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അവയൊക്കെ തന്നെയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ലക്ഷദ്വീപിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്തു. ആ ഒരു അവസരത്തിൽ കടലിനടിയിൽ വ്യത്യസ്തമായിട്ടുള്ള കോറൽസും ഒരുപാട് മത്സ്യങ്ങളൊക്കെ കണ്ടു. അതോടൊപ്പം തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നശിച്ചു കിടക്കുന്ന ഒരുപാട് കോറൽസും അവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ കാലം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതിനൊക്കെ തന്നെയും വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സമുദ്രത്തിൻ്റെ എക്കോസിസ്റ്റത്തിൽ വലിയ പ്രാധാന്യം നൽകുന്ന ഈ കോറൽസിനെ കൂടെ ഈ ഒരു ചന്ദ്രനിൽ ആ ഒരു സീക്രട്ട് റൂമിനകത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും. അപ്പോൾ ഭാവിയിൽ, വിദൂരമായ ഭാവിയിലാണെങ്കിൽ പോലും ഭൂമിയിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ഭൂമിയെ പഴയ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്നുള്ള നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ ഒരു സീക്രട്ട് റൂമിൻ്റെ സഹായത്തോടു കൂടെ സാധ്യമാകും എന്നുള്ള നിലയിലൊക്കെ തന്നെയാണ്
ഗവേഷകരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന വലിയ സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഭൂമിയിലുള്ള മനുഷ്യരൊക്കെ തന്നെ നശിച്ചുപോയി, ഒരൊറ്റ മനുഷ്യൻ പോലും ഭൂമിയിലോ ലോകത്തോ അല്ലെങ്കിൽ ചന്ദ്രനിലോ എവിടെയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്തരത്തിലൊരു ഭൂമിയെ അല്ലെങ്കിൽ മനുഷ്യരെയൊക്കെ തന്നെ ആര് തിരിച്ചു കൊണ്ടുവരും, എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ വിശദീകരിക്കുന്നത്, നമ്മൾ ഈ ഒരു സീക്രട്ട് വോൾട്ടിനകത്ത് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള റോബോട്ടുകളൊക്കെ തന്നെ പ്രോഗ്രാം ചെയ്ത് വെക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് പൂർണ്ണമായും ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ഈ സീക്രട്ട് റൂമിനകത്ത്, ഈ ഒരു സീക്രട്ട് വോൾട്ടിനകത്തുള്ള റോബോട്ടുകൾ ഭൂമിയെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ തന്നെയും ചെയ്യുന്നതായിരിക്കും. ഈ വൃക്ഷങ്ങളുടെയും മറ്റു കാര്യത്തിലാണെങ്കിലും ജീവജാലങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഇതതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും എന്ന നിലയിലുള്ള വിശദീകരണങ്ങളാണ് ഇവർ നൽകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സൈഫൈ സിനിമ ഒക്കെ കണ്ട ഒരു അനുഭൂതിയാണല്ലോ ഉള്ളത്. ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകും, അതിൽ തന്നെ ഈ ജീവജാലങ്ങളെയും മനുഷ്യരെയും ഒക്കെ എങ്ങനെയായിരിക്കും ഇവർ തിരിച്ചു കൊണ്ടുവരിക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ നമ്മൾ ലേവലിലും ആകാംക്ഷ ഉണർത്തുന്ന കാര്യമാണ്. എന്തൊക്കെ തന്നെയായാലും ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ സ്റ്റോഡ് വൈൻഡപ്പാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഭാവിയിൽ, വിദൂരമല്ലാത്ത ഭാവിയിൽ തീർച്ചയായിട്ടും നമ്മുടെ ലോകത്ത്, നമ്മുടെ ചന്ദ്രനിൽ വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിച്ചിട്ടുള്ളത്. വലിയ തോതിൽ തന്നെ ഇന്ന് സ്പേസ് ടൂറിസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചന്ദ്രനിലും ചൊവ്വയിലൊക്കെ കോളനി സ്ഥാപിക്കുക എന്ന് പറയുന്ന ലക്ഷ്യങ്ങളുമായിട്ട് പലരും മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടറുകൾ പോലും രംഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിദൂരമല്ലാത്ത ഭാവിയിൽ ഇത്തരമൊരു കാര്യം, എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടൊരു സീക്രട്ട് റൂം ചന്ദ്രനിൽ തുറക്കും എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ സംശയവുമില്ലാതെ തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു സീക്രട്ട് റൂമിനകത്ത് നിങ്ങളുടെ എന്തെങ്കിലും ഒരു വസ്തു സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് നേരെ കൊടുത്തയക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് വസ്തുവായിരിക്കും നിങ്ങൾ കൊടുത്തയക്കുക? അതിനെക്കുറിച്ചും തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താം. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാം പ്രതീക്ഷയോടെ. ബൈ.